أعوذ بالله من الشيطان الرجيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون. صدق الله. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അത് വിശദീകരിച്ചുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ സന്ദർഭത്തിൽ സാമ്പത്തികവും സാമൂഹികവും കുടുംബപരവും വ്യക്തിപരവും ഒക്കെയായ എല്ലാ വിഷയങ്ങളും അതെല്ലാം സൂക്ഷിക്കുവാനും പാലിക്കുവാനും പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കുകയും നമ്മുടെ വീഴ്ചകൾ പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള ആവേശവും കഴിവും കരുത്തും അറിവുമൊക്കെ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ച് പെരുമാറാവട്ടെ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഒരധ്യാപകൻ കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്തിന്റെ വിവാഹത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ആ സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹമാണ് നടക്കുന്നത്. ഈ അധ്യാപകൻ വിവാഹത്തിന്റെ ഒരാഴ്ച മുമ്പ് ആ പഴയ സഹപ്രവർത്തകനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതിലൊരു ചോദ്യം ഇതായിരുന്നു: എന്താണ് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, പ്രയാസങ്ങളുണ്ടോ, കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടോ? ആ പഴയ സഹപ്രവർത്തകൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ പെട്ടെന്ന് കരഞ്ഞുപോയി. ഇതെന്നോട് ഉദ്ധരിക്കുമ്പോഴും അദ്ദേഹം കരയുന്നുണ്ടായി. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോ കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ സാവകാശം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, അയൽവാസികൾ, അങ്ങനെ ഒരുപാട് പേരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ വിവാഹത്തിനുള്ള ഒരുക്കത്തിലും നിശ്ചയത്തിലും കാര്യത്തിലൊക്കെ അവരുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ചോദ്യം എന്നോട് ആരും ചോദിച്ചിട്ടില്ല. എത്ര ദൂരത്തിരുന്നാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്, പക്ഷെ നിങ്ങൾ വളരെ അടുത്തിരുന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ പ്രയാസമൊന്നുമില്ല, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ചോദ്യം ഇങ്ങനെ എന്നോട് ചോദിക്കാൻ ആർക്കും തോന്നിയില്ലല്ലോ നിങ്ങളല്ല. ആ മനുഷ്യന്റെ മനസ്സിൽ തൊട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം മാത്രമല്ല, ആ ചോദ്യത്തിലൂടെ ആ അധ്യാപകൻ അയാളുടെ മനസ്സിൽ ഇടം പിടിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച കുറെ മനുഷ്യരുണ്ടാവും. നമുക്കും തോന്നും മറ്റുള്ളവരുടെ മനസ്സിലൊന്ന് ഇടം പിടിക്കണം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറണം, അവരോട് ഏറ്റവും അടുപ്പമുള്ളവരായി മാറണം എന്ന്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ച ആളുകൾ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത്, ഇത് ആലോചിച്ചാൽ മതി. അതല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാലോചിച്ചാൽ മതി. അതുപോലെയാകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെയും പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയും. ചില ആളുകളിൽ അവരുടെ ഒരു നോട്ടം കൊണ്ട്, ഒരു ചിരി കൊണ്ട്, ഒരു ചെറിയ വാക്കുകൊണ്ട്, അവർ നമുക്ക് കൈ തന്നതുകൊണ്ട്, അവർ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തതുകൊണ്ട് നമുക്ക് അവരെ മറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ചില ആളുകളെ ഒന്ന് കാണണം എന്ന് തോന്നും, കുറഞ്ഞ സമയം അവരോടൊപ്പം ചെലവഴിക്കണം എന്ന് തോന്നും. അങ്ങനെ വീണ്ടും വീണ്ടും നാം കാണാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ നമ്മെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ചിലര് നമ്മൾ വരുന്നുണ്ട് എന്നറിയുമ്പോൾ വഴിമാറിപ്പോകും. അങ്ങനെയാണോ നമ്മൾ? അതല്ല, നമ്മെ കാണാൻ വേണ്ടി സമയമെടുത്ത് കാണാൻ വരികയോ
സമയമുണ്ടാക്കി നമ്മളോട് സംസാരിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെയാണോ നമ്മൾ? ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ, അയാളുടെ സ്വഭാവത്തിന്റെ ഒക്കെ പ്രകടമായ അടയാളങ്ങളിൽ ഒന്നാണ്. അത് അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക, എങ്ങനെയാണ് ഉത്തമ സ്വഭാവങ്ങളുടെ ഒരു കേന്ദ്രമായി നമുക്ക് മാറാൻ പറ്റുക. അതിന് രണ്ട് ഉത്തരങ്ങളുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ താമസമാക്കിയ ചില ആളുകളുണ്ടാകും. എന്താണ് അവരുടെ സവിശേഷത എന്ന് പഠിക്കലാണ് അതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് പഠിക്കൽ കൂടിയാണ്. അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മെ ഒരാൾ അറിയുന്നത്, നമ്മെ ഒരാൾ അനുഭവിക്കുന്നത് നമ്മുടെ വസ്ത്രത്തിലൂടെയോ നമ്മുടെ പണത്തിലൂടെയോ നമ്മുടെ കഴിവുകളിലൂടെയോ ഒന്നുമല്ല. അവയ്ക്കൊക്കെ മുകളിൽ നമ്മുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകളിലൂടെയാണ്, നമ്മുടെ നിലപാടുകളിലൂടെയാണ്, നമ്മളിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന്. അതിലേറ്റവും ഉത്തമനായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ആദ്യഘട്ടത്തിലിറങ്ങിയ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ കലം. അത് രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ. അത്ര ആദ്യം ഇറങ്ങിയ സൂറത്തുകളിലെ 4-ാമത്തെ ആയത്ത് പേനയെക്കുറിച്ച്, എഴുത്തിനെക്കുറിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, വഇന്നക, തീർച്ചയായും പ്രവാചകരെ താങ്കൾ, ഉറപ്പായും നിങ്ങൾ, ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. മഹത്തായ സ്വഭാവ ഗുണങ്ങൾക്ക് മുകളിൽ കയറിയിരിക്കുന്ന ആളാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. അതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടയാളം. ലഅലാ ഖുലുഖിൻ അദീം, ഖുലുഖ് സ്വഭാവ വൈശിഷ്ട്യം, അദീം മഹത്തായത്. ഇതാണ് നിങ്ങളുടെ പ്രത്യേകത. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ റസൂലിന് ആത്മവിശ്വാസം വരുന്ന രീതിയിൽ അള്ളാഹു റസൂലിനോട് പറയുന്നു, അതിലൂടെ സമൂഹത്തോടും പറയും. ഇത് റസൂലിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം മാത്രമല്ല, ഇത് സമൂഹത്തോടുള്ള ഒരു പ്രബോധനം കൂടിയാണ്. റസൂലിനോട് പറയാണ്, താങ്കൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടണ്ട, ഏറ്റവും വലിയ കൈ മുതൽ താങ്കളുടെ കയ്യിലുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കാൻ, പ്രവാചകനാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അത് താങ്കളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, കുപ്രചരണങ്ങളെ ഭയപ്പെടണ്ട. അതെന്താണ്? ഖുലുഖുൻ അദീമാണ്. ഇത് തന്നെ സമൂഹത്തോടും പറയണം. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രബോധകനായി നിങ്ങൾക്ക് ഒരാൾ വരുമ്പോൾ അയാളിൽ നിന്ന് അയാളെ അംഗീകരിക്കാൻ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ചേർച്ചയാണ്, അയാളുടെ സ്വഭാവ പ്രകൃതമാണ്, അയാളുടെ വ്യക്തിത്വമാണ്. ഒരാശയത്തെ സ്വീകാര്യമാക്കുന്നതും തിരസ്കരിക്കുന്നതും അയാളുടെ പെരുമാറ്റമാണ്. എന്റെ വാക്കല്ല, എന്റെ പ്രവൃത്തിയാണ് ആളുകൾ നോക്കുക. ആ പ്രവൃത്തി അനുഭവപ്പെടുക ഒരാൾക്ക് പെരുമാറ്റത്തിലൂടെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇപ്പൊ സമൂഹത്തോടും പ്രവാചകനോടും ഒരേപോലെ സംവദിക്കുന്ന ഒരു ആയത്താണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ അർത്ഥത്തിൽ നമ്മൾ പകർത്തേണ്ടത്? നമ്മൾ വീണ്ടും പ്രവാചക സ്മരണകളിലേക്ക് പോകുന്നു. അപ്പോൾ പ്രവാചകരെ ഈ കാലഘട്ടത്തിൽ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വ്യക്തികൾക്കതിൽ പഠിക്കാനുണ്ട്, കുടുംബങ്ങൾക്കതിൽ പഠിക്കാനുണ്ട്. ഒരു സാമൂഹിക ക്രമത്തിന്, ഒരു രാഷ്ട്ര ഘടനയ്ക്ക്, ഭരണകൂടങ്ങൾക്ക്, അധികാരി വർഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചകന്റെ നീതി എന്ന സങ്കല്പം അല്ലെങ്കിൽ ആ ആശയം, അതിന്റെ പ്രയോഗം, അത് വളരെ വലുതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നാം നമ്മളിൽ നിന്ന് തന്നെ അത് ആരംഭിക്കണം. അതിലൊന്നാണ് വ്യക്തി എന്ന നിലക്ക് പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യം, അല്ലെ? എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകൻ എങ്ങനെയാണ് പ്രവാചകനായി, റസൂലായി തെരഞ്ഞെടുക്കപ്പെടുന്നത്? റസൂലായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം
അതിലൊന്ന് ആ സ്വഭാവ മഹിമയാണ്, വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളാണ്. ആ വ്യക്തിത്വത്തിന് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ വ്യക്തിത്വത്തിന് ഉണ്ടായാൽ മാത്രം പോരാ, ആ മൂല്യങ്ങൾ സമൂഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യണം. അതൊന്നാമത് അനുഭവപ്പെട്ട ആളാണ് ഒന്നാമത് ഇസ്ലാമിലേക്ക് വരുന്നത്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലെ, ഖദീജ ബീവിക്ക് റസൂലുള്ള മുഹമ്മദ് നബിയാകുന്നതിന് മുമ്പേ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അത് റസൂലുള്ളാന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ, റസൂലുള്ളാന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഖദീജ ബീവി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂലിന്റെ വ്യക്തിത്വം, അതിന്റെ മൂല്യങ്ങൾ, സ്വഭാവം ഇത് മനസ്സിലാക്കിയിട്ടാണ്. ഖദീജ ബീവി റസൂലിനോട് അകലാനല്ല ശ്രമിച്ചത്, മാറിപ്പോകാനല്ല ശ്രമിച്ചത്, റസൂലിനോട് അടുത്തു വരാനാണ് ശ്രമിച്ചത്. അതിന്റെ കാരണം അൽ അമീനാണെന്നതാണ്. കച്ചവട കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ് റസൂലുള്ള. അങ്ങനെയാണ് ജീവിത സഖിയാകുന്നത്. അത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിത്വത്തെ അറിഞ്ഞ് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നത്, വഹി കിട്ടുന്നത്. ഉടനെ തന്റെ പ്രിയപ്പെട്ടവന്റെ ആദർശം അത് അങ്ങനെ സ്വീകരിക്കാം. സമൂഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. ഒരു വ്യക്തിയുടെ ആദർശ വഴിയിൽ പലപ്പോഴും അയാളുടെ കുടുംബം ഉണ്ടാവില്ല, മക്കൾ ഉണ്ടാവില്ല. കാരണം എന്താ? ആദർശം വളരെ വലുതായിരിക്കും, ആദർശം വളരെ അമൂല്യമായിരിക്കും. ആദർശവും മറ്റുമൊക്കെ അമൂല്യമായിട്ടുള്ള ഒരു വ്യക്തിയെ അയാളുടെ ഭാര്യ, അയാളുടെ കുടുംബം, അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ, മക്കൾ ഇവർ അനുഭവിച്ചിട്ടുള്ളത് ഒരു നെഗറ്റീവായ സ്വഭാവത്തിലായിരിക്കും. ആ ആദർശത്തിന്റെ മൂല്യം അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ കടന്നു വന്നിട്ടുണ്ടാവില്ല, അവരുടെ നിലപാടുകളിൽ വന്നിട്ടുണ്ടാവില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് പഠിപ്പിച്ചത് ആർക്കും മനസ്സിലാകാത്ത വലിയ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഒന്നുമില്ല. ഖുർആൻ വായിച്ചാലും ഹദീസുകൾ വായിച്ചാലും വളരെ ലളിതമാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും ഉൾക്കൊള്ളാവുന്നതും. റസൂലിന്റെ രീതി, പെരുമാറ്റ രീതി, സമീപന രീതി, തെറ്റ് തിരുത്തുന്ന രീതി, ഇങ്ങനെ എല്ലാം എടുത്തു നോക്കിയാൽ കാണാം. അതിൽ ഒരു ഉദാഹരണം പറയാം. മുആവിയ ഇബ്നു ഹകം സൽമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ബൈന അന ഉസല്ലി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിന്റെ കൂടെ നമസ്കരിക്കായിരുന്നു. ഒരാള് തുമ്മി, അതിനിടയ്ക്ക് നമസ്കാരത്തിനിടയ്ക്ക് തുമ്മി. അപ്പൊ ഞാനിത് കേട്ടു, തുമ്മല്. ഞാൻ പഠിച്ച രീതി അനുസരിച്ച് ഞാൻ നമസ്കാരത്തിൽ തന്നെ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ എന്നെ തുറിച്ചു നോക്കി. അപ്പോ ഞാനിങ്ങനെ വല്ലാതെയായി. ആ തുറിച്ചു നോട്ടം, അവരുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ കൂടെ അപമാനിക്കപ്പെട്ടതുപോലെ വളരെ മാനസികമായി പ്രയാസമുണ്ടായി. അപ്പൊ ആളുകളൊക്കെ അവരുടെ തുടയിലടിച്ച് ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്തോ തെറ്റ് ചെയ്തതിൽ അവരൊക്കെ ആ അഖ്യത ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്, പരസ്യമായിട്ട് അത് പുറത്തു വന്നു. ഞാനായിട്ട് മിണ്ടാതിരുന്നു, ഞാൻ ആകെ വല്ലാതെയായിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂലിനെ പോലെ ഒരു അധ്യാപകന്, എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ് സത്യം. റസൂലിനേക്കാൾ മനോഹരമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അതിനു മുമ്പും ശേഷവും ഞാൻ കണ്ടിട്ടില്ല. എന്താണ് റസൂല് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ള എന്നെ ചീത്ത പറയുകയോ അടിക്കുകയോ എന്നോട് എന്നെ വല്ലാതെ ശാസിക്കുകയോ ഒന്നും ചെയ്തില്ല. മറിച്ച് റസൂൽ എന്താ ചെയ്തത്? റസൂൽ എന്നോട് പറഞ്ഞു, ഇന്ന ഹാദിഹി അസ്വലാ, മോനെ ഇത് നമസ്കാരമാണ്. ലാ യസിഫു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, മനുഷ്യരുടെ ആ സംസാരമൊന്നും ആ സമയത്ത് പറ്റൂല. നീ ഇങ്ങനെ പറഞ്ഞല്ലോ, അത്തരം വർത്തമാനങ്ങളൊന്നും അത് പറ്റൂല. ഇന്നമാ ഹുവ തസ്ബീഹു വ തക്ബീറു വ ഖിറാഅത്തുൽ ഖുർആൻ, തസ്ബീഹ് അല്ലെങ്കിൽ തക്ബീർ അല്ലെങ്കിൽ ഖിറാഅത്തുൽ ഖുർആൻ, ഇങ്ങനെയേ പറ്റുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ നീ ചെയ്തത് തെറ്റാണ് എന്ന രീതിയിൽ ആ വാക്കുപയോഗിക്കുകയോ പരുഷമായിട്ട് എന്നെ തിരുത്തുകയോ അങ്ങനെ ഒന്നും റസൂലുള്ള ചെയ്തില്ല. വളരെ ഹൃദ്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം. ഇതൊരു ഉദാഹരണം. ഈ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കാൻ ഒന്നാമതായി വേണ്ട കാര്യം, അത് നമ്മളൊക്കെയും പരിശീലിക്കണം. നമ്മളെ ഇങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിലൊന്നാമത്തെ കാര്യം
നമ്മൾ പശിമയുള്ളവരാവുക, നനവുള്ളവരാവുക, മാർദ്ദവമുള്ളവരാവുക എന്നതാണ്. ഉണങ്ങിയവർ, പരുക്കൻ സ്വഭാവമുള്ളവർ, ആർക്കും സമീപിക്കാൻ കഴിയാത്തവരാകാൻ പാടില്ല. ഒരു മകൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം, ഉപ്പ അസുഖബാധിതനായി കിടക്കുക, ഹോസ്പിറ്റലിൽ സംസാരശേഷി ഇല്ലാതെ കിടക്കുകയാണ്, അത്രയും തളർന്നു കിടക്കുന്ന ഒരു സന്ദർഭം. അപ്പൊ ആ മകൻ പറയാണ്, ഇപ്പോഴാണ് എനിക്ക് ഉപ്പയെ ഒന്ന് ഉമ്മ വെക്കാൻ പറ്റിയത്. ഒരു മകൻ നേരിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് എന്റെ ഉപ്പയെ ഒന്ന് ഉമ്മ വെക്കാൻ പറ്റിയത്. ഉപ്പ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പാൻ ഉമ്മ വെക്കാൻ പറ്റിയില്ല, അത്രയും അകലമുണ്ടായിരുന്നു, പേടിച്ച് ദൂരെയായിരുന്നു, ഉപ്പ ദൂരെ നിർത്തിയിരുന്നു ഞങ്ങളെ. ഇപ്പോഴാണ് എനിക്ക് ഉപ്പയെ സ്നേഹിക്കാൻ പറ്റുന്നത്. ഏതോ പറഞ്ഞു കേട്ട കഥയല്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആളുകൾ അകന്നു പോകുന്ന പരുക്കൻ മനസ്സുള്ളവരാകാതെ പശിമയുള്ളവരും നനവുള്ളവരുമാവുക. മനസ്സിനെ നനച്ച് പദം വരുത്തിയെടുക്കണം, മാർദ്ദവമുള്ളതാക്കി മാറ്റണം. ആളുകൾക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഒരു ഹൃദ്യത അനുഭവപ്പെടണം. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 159 ആയത്ത് നമ്മൾ പിന്നെയും വായിക്കേണ്ട ഒരായത്താണ്. നമ്മൾ എഴുതി വെക്കണം, നമ്മുടെ മേശയുടെ മുകളിലോ ഒക്കെ ആയിട്ട് റൂമിലോ ഒക്കെ നമ്മൾ എഴുതി വെക്കേണ്ട ഒരായത്താണ്. ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടണം, അതിന്റെ എല്ലാ ഗുണങ്ങളും അതിലുണ്ട്. ഒരു അധ്യാപകൻ, ഒരു പിതാവ്, ഒരു മാതാവ്, ഒരു അധ്യാപകൻ, ഒരു ജ്യേഷ്ഠൻ, ഒരു സ്ഥാപനത്തിന്റെ മേധാവി, ഒരു സംഘടനയുടെ നേതാവ്, ഒരു കമ്പനിയുടെ മേധാവി തുടങ്ങി സമൂഹവുമായി കൂടുതൽ ഇടപെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇടപഴകേണ്ടി വരുന്ന ഒരാൾ, അയാൾ എന്തൊക്കെ ആർജിക്കണം അതെല്ലാം ഒരുക്കി വെച്ച ഒരു 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 അമൂല്യമായ ഒരു വചനമാണിത്. സൂറ ആലു ഇമ്രാനിലെ 159 ആയത്ത്. കുടുംബനാഥന്മാരൊക്കെ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ഇത് വളരെ കൂടുതൽ പഠിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം വഴി, കാരുണ്യം മുഖേന ലിൻതലഹും, പ്രവാചകരെ താങ്കൾക്ക് അള്ളാന്റെ കാരുണ്യം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുവഴി ലിൻതലഹും, താങ്കൾ ഈ സമൂഹത്തോട് വളരെ ഇണക്കമുള്ളവനാണ്, പെരുമാറ്റത്തിൽ വളരെ മാർദ്ദവമുള്ളവനാണ്, ഇഴുകിച്ചേരാൻ കഴിയുന്നവനാണ്. ലിൻതലഹും, താങ്കളുടെ സ്വഭാവം വളരെ ലയ്യിനാണ്. താങ്കൾ പരുഷ സ്വഭാവമുള്ളവനും ഹൃദയം കഠിനമായവനുമാണെങ്കിൽ ജനം നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു, ആളുകൾ നിന്നോട് അകന്നു നിൽക്കുമായിരുന്നു, വെറുക്കുമായിരുന്നു, മാറിപ്പോകുമായിരുന്നു. ജനം അകന്നു പോവുക, ആർക്കും ഇഷ്ടമില്ലാതാവുക, സംസാരിക്കാനും പെരുമാറാനും ഒരിടം നിങ്ങളുടെ അടുത്ത് ഇല്ലാതിരിക്കുക, അങ്ങനെയാകുമായിരുന്നു പ്രവാചകരെ താങ്കൾ. എന്നിട്ട് പറയാം, എന്താണ് പശിമയുള്ള സ്വഭാവത്തിന്റെ അടയാളം, വ്യക്തിത്വത്തിന്റെ അടയാളം? ഒന്ന് ലയ്യനാവുക, മാർദ്ദവമുള്ളവനാവുക, നനവുള്ളവനാവുക. പിന്നെയോ ഫഅഫു അൻഹും, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുക, പുറത്തു കൊടുക്കാൻ കഴിയുക. അവർ നിങ്ങളോട് തെറ്റ് ചെയ്താലും അതിനെ അങ്ങ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് നിങ്ങളത് പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും കഴിയുക മാത്രമല്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നറിയാം. അവർ ചെയ്ത തെറ്റ് പുറത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മോട് തെറ്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ പുറത്തൊക്കെ കൊടുത്തു, ഈ ബാക്കി അവന്റെ കോലത്തിലായിക്കോട്ടെ എന്ന് വെച്ചാൽ പോരാ. അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അവൻ നല്ലവനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അയാൾക്ക് നമ്മുടെ മനസ്സിലൊരിടം വേണ്ടേ? ആ ഇടം കൊടുക്കണം അയാൾക്ക്. അത്രമേൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണമെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. ഫഅഫുഅൻഹും, അതുകൊണ്ട് പ്രവാചകരെ അവർക്ക് വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. ഫസ്തഗ്ഫിർ ലഹും, എന്നിട്ട് അവർക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ നിർത്തിയില്ല ഖുർആൻ. ശരി,
എന്നാൽ ഇനി ഓക്കെ, അവർ തെറ്റ് ചെയ്തു, അവർക്ക് പുറത്തു കൊടുത്തു, വിട്ടുകൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനി അവർക്ക് അവരുടെ വഴി, എനിക്കെന്റെ വഴി, അങ്ങനെയല്ല. എന്നിട്ട് അവരെ ചേർത്ത് പിടിക്ക്. ആ ആളുകളെ തന്നെ നീ വീണ്ടും നിന്റെ കാര്യങ്ങളിൽ, കൂടിയാലോചനകളിൽ അവരെ പങ്കാളിയാക്കൂ, അവരെ പരിഗണിക്കൂ, അവരെ ഉൾക്കൊള്ളൂ, അവരെ അകറ്റി നിർത്താനല്ല. അപ്പൊ ഷാവിറൂപില്ല, അവരെ ഉൾക്കൊള്ളൂ, അവരെ അകത്തേക്ക് നിർത്തൂ. അകറ്റി നിർത്തുന്ന മനസ്സല്ല റസൂലുള്ള. എന്തുകൊണ്ടാണ്? ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ 1400-425-26 കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും ഈ മിമ്പറിൽ റസൂലുള്ള ഉണ്ട് ഇപ്പോഴും. എന്തുകൊണ്ടാണ്? റസൂലുള്ള ആരെയും അകറ്റി നിർത്തിയിട്ടില്ല, എല്ലാവരെയും അടുപ്പിച്ചു നിർത്തി, എല്ലാവരെയും അകത്തേക്ക് നിർത്താൻ ശ്രമിച്ചു. റസൂലുള്ളാന്റെ ഹിജ്റ വേളയിൽ അബൂ സുഫിയാനോടൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ കണ്ടാൽ എങ്ങനെയാണ് ഒരു നേതാവ് ഉൾക്കൊള്ളൽ സമീപനം സ്വീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തന്ത്രജ്ഞതയെ നമുക്കതിൽ കാണാൻ പറ്റും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. എന്നിട്ടോ നീ ഒരു തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുന്നവരെ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു എന്നാണ്. ഇത് നമ്മൾ പഠിക്കണം. ഈ ആയത്ത് ഒരുപാട് പഠിക്കാനും ഒരുപാട് പകർത്താനുമുണ്ട്. ഫബിറഹ്മത്തില്ലാഹി യാ മുഹമ്മദ് വറഹ്മതിഹി ബിക വബിമൻ ആമന ബിക മിൻ അസ്ഹാബിക ലിസ്സലം. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ അനുകമ്പ കൊണ്ട് നീ അവരിലേക്ക് ഒരു പശിമയുള്ള ലയ്യനായ സ്വഭാവമുള്ളവനാക്കി മാറിയിരിക്കുന്നു. നിന്റെ അനുയായികളോട്, നിന്റെ സഹാബികളോട്, നിന്റെ കൂട്ടുകാരോടൊക്കെ അങ്ങനെയാണ്. നിന്റെ സ്വഭാവ ഗുണങ്ങൾ വളരെ സഹിലാണ്, വളരെ ലാളിത്യത്തോടുകൂടി, മൃദുലമായ ഭാവത്തോടുകൂടി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. എത്രത്തോളം നിന്നെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് പോലും അതവർ അനുഭവിക്കാൻ കഴിയും എന്നതാണ്. ഇത് തഫ്സീറുകളിലൊക്കെ നമുക്കതിന്റെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. നിന്നോട് ദേഷ്യപ്പെട്ടവർ, നിന്നോട് കോപിച്ചവർ, നിന്നോട് പരുക്കനായി പെരുമാറിയവർ, അവരോടൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പൊ നിനക്ക് പറ്റുന്നില്ലേ? അതിന്റെ കാരണം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് തന്നതാണ്. ഇല്ലെങ്കിലോ ലതഫറഖൂഅൻക, അവർ നിന്നിൽ നിന്ന് ചിതറി മാറിപ്പോകും. ഇൻസറഫൂഅൻക, പിരിഞ്ഞു പോകും. ലതറകൂക, നിന്നെ ഉപേക്ഷിച്ചിട്ട് അവർ പോകും, നിന്നെ വിട്ടുപോകും. ആളുകൾ നമ്മെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പോ ഇതിൽ എന്തൊക്കെ കാര്യം പറഞ്ഞു? കാരുണ്യം, ഇണക്കം, വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കാനുള്ള പ്രാർത്ഥന, തെറ്റിന്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക, മാറ്റി നിർത്താതിരിക്കുക, അല്ലെ? ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായിട്ട് പഠിപ്പിക്കുകയാണ്. അതിന്റെ ഒരു കാര്യവും കൂടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. വസ്തഗ്ഫിർലഹും, റസൂലിനോട് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണം. ദുനൂബ മൻ ഫാറഖ മിൻ അഹ്ലിൽ ഈമാനി മിൻഹും, അതായത് മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകളാണ്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾ എല്ലാവരും പരമ പരിശുദ്ധരാകണമെന്നില്ല. അവരുടെ അടുത്ത് വീഴ്ചകളും തെറ്റുകളും പോരായ്മകളും സംഭവിക്കും. അങ്ങനെ സംഭവിച്ച മുഅ്മിനീങ്ങൾക്ക് അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം, എന്നിട്ട് അവരെ ഉൾക്കൊള്ളണം എന്നതാണ്. അവരോട് തന്നെ കൂടിയാലോചന നടത്തണം എന്നാണ്. അതിന് പറ്റുന്ന ബന്ധമുണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. വശാദിർഹും ബിൽ അംർ ബിമുശാവറത്തി അസ്ഹാബിഹി ഫീ മകായിദിൽ ഹർബി വഇൻദ ലിഖാഇൽ അദുവ്. ഒരു ഉദാഹരണം പറയുന്നത് പണ്ഡിതന്മാർ, പ്രതിയോഗികളെ നേരിടേണ്ടി വരുമ്പോൾ യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ അവരോട് കൂടിയാലോചന നടത്തണം. അത് ആ ആളുകൾക്ക് അവരെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. അതുപോലെ തന്നെ അവർക്ക് ദീനിനോട് കൂടുതൽ ഇണക്കമുണ്ടാവാനുള്ള വഴിയാണ്. താങ്കൾ അവരെ കേൾക്കുന്നു, താങ്കൾ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ സഹായം ചോദിക്കുന്നു. ഇതൊക്കെ അവരെ താങ്കൾ പരിഗണിക്കലാണ്. ഈ പരിഗണന അവർക്ക് മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അവരെക്കാൾ എത്രയോ മുകളിലായിരിക്കെ താങ്കൾ കാര്യങ്ങളിൽ താഴെയുള്ളവരെ കൂടി പരിഗണിക്കുന്നു. ഒരാൾ ഏറ്റവും ഉയരത്തിലാകുന്നത് അയാൾ ഉയരത്തിൽ തന്നെ നിൽക്കുമ്പോഴല്ല, പിന്നെയോ അയാൾ നമ്മെക്കാൾ മുകളിലായിരിക്കെ
അയാൾ താഴോട്ടിറങ്ങി വന്ന് താഴെയുള്ളവനെ കൂടി പരിഗണിക്കുമ്പോഴാണ്. ഇതിനെയാണ് നമ്മൾ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയുന്നത്. ഇതായിരിക്കണം. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചത് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലിയും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ഒരു രീതിശാസ്ത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു ഉദാഹരണം ഒരു സൂറത്ത് സബയിലെ ഒരായത്താണ്. ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംനാ വലാ തുസ്അലു അമ്മാ തഅമൽ വലാ നുസ്അലു അമ്മാ തഅമലൂൻ. ഭയങ്കര മനോഹരമായ പദപ്രയോഗമാണ് ഖുർആൻ അവിടെ നടത്തിയിരിക്കുന്നത്. മുശ്രിക്കുകളോട് പറയാണ്, മുശ്രിക്കുകളെ കുൽ പ്രവാചകരെ അവരോട് പറയുക, ലാ തുസ്അലൂന അമ്മാ അജ്റംനാ, ഞങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. വലാ നുസ്അലു അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഞങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയില്ല. മനസ്സിലായോ ആയത്ത്? അതിലെ പദപ്രയോഗം ഖുൽ ലാ തുസ്അലൂന അമ്മാ അജ്റംനാ, ഞങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കില്ല. വലാ നുസ്അലു അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് ഞങ്ങളോടും ചോദിക്കില്ല. ഖുർആൻ ഇങ്ങനെ പറഞ്ഞില്ല. ഫലം യഖുൽ ലാ തുസ്അലൂന അമ്മാ അമിൽന, ഞങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കില്ല. വലാ നുസ്അലു അമ്മാ തുജ്രിമൂൻ, നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഞങ്ങളോടും ചോദിക്കില്ല എന്നല്ല ഖുർആൻ പറഞ്ഞു. അതായത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. മുശ്രിക്കുകളാണല്ലോ, അപ്പൊ എന്താ അവർ ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ റസൂലുള്ളാഹി പറയേണ്ടത് എന്താ? നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ചൊന്നും ഞങ്ങളോട് ചോദിക്കൂല, അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങളോടും ചോദിക്കൂല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഞങ്ങൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല. മുശ്രിക്കുകളുടെ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ജുറും, തെറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചില്ല, നിങ്ങളുടെ കർമ്മം എന്നെ ഉപയോഗിച്ചു. നിങ്ങളുടെ കർമ്മം എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി അത്രമേൽ ആ ശൈലിയിൽ അതിനെ പരിഗണിച്ചു എന്നതാണ്. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും തിരുത്തലുകളും ഇടപഴകലുകളും സംസാരങ്ങളും ഒക്കെ. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നല്ല ചൂടുള്ള സമയത്തെ തണുത്ത കാറ്റുപോലെ മനുഷ്യർക്ക് അനുഭവപ്പെട്ടത്. നല്ല വരണ്ടിണങ്ങിയ ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ പോലെ നബിയെ സമൂഹത്തിന് അനുഭവപ്പെട്ടത്. മനസ്സിങ്ങനെ പ്രകമ്പനം കൊള്ളുമ്പോൾ റസൂലിനെ കണ്ടാൽ, കേട്ടാൽ, റസൂലിന്റെ വാക്ക് കേട്ടാൽ മനസ്സ് ശാന്തമായത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് റസൂലിന് ചുറ്റും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വരുന്നത്. ആളുകൾ റസൂലിന്റെ വ്യക്തിത്വത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുക. അത് നമുക്കെല്ലാവർക്കും കഴിയും. അതിനൊരുപാട് പണം വേണമെന്നോ വലിയ അറിവ് വേണമെന്നോ അക്കാദമിക യോഗ്യത വേണമെന്നോ നേതൃത്വം വേണമെന്നോ ഒന്നുമില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരുപാട് മനുഷ്യരുണ്ട്. അതെന്തുകൊണ്ടാണ്? അതാലോചിച്ചാൽ ഒരു ചിരി കൊണ്ടായി, ഒരു വാക്കുകൊണ്ടായി. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനില്ല. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിനിടക്ക് വെള്ളത്തിന്റെ ഗ്ലാസ് അവിടെയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ കുറച്ചപ്പുറത്തിരിക്കുന്ന പ്രായമുള്ള ഒരാൾ അയാളുടെ മുന്നിലുള്ള ജഗ് എടുത്ത് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ചു. അയാൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അയാളുടെ ഹോട്ടലിലെ വെയിറ്ററോ ഒന്നുമല്ല. എന്നെ അയാൾക്ക് അറിയില്ല. ഒരു 65-70 വയസ്സെന്തായാലും പ്രായമുണ്ടാവും. അതിനു മുമ്പും കണ്ടിട്ടില്ല, അതിനുശേഷം കാണുമെന്ന പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്തിനാണ് അദ്ദേഹം അത് ചെയ്തത്? ആ ചെയ്തി ഇപ്പോ ഈ മിമ്പറിൽ നമ്മൾ പരാമർശിക്കുക. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിലേക്ക് ഒരാൾ കയറി വരുന്ന ഒരു രീതിയാണ്. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വളരെ വലിയ സ്വാധീനം മനസ്സിൽ ചെലുത്താൻ നമുക്ക് കഴിയും. വലിയ അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയും. അതിനൊരു പുഞ്ചിരി മാത്രം മതിയാകും ചില സന്ദർഭങ്ങളിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തബസ്സുമുക വജ്ഹു അഖീക സ്വദഖ. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. ലക്ഷങ്ങളും കോടികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വലിയ പുണ്യമാണ്. അതും സ്വതക്കയാണ്.
അതേ വാക്ക് റസൂൽ ഉപയോഗിച്ചു, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത്. ഒരു കർമ്മത്തിന് മൂല്യം കൽപ്പിക്കപ്പെടുക, അത് ആ മനുഷ്യനെ എങ്ങനെ അനുഭവപ്പെട്ടു, ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ അതെന്ത് ഫലമുണ്ടാക്കി എന്നതൊക്കെ നോക്കിയിട്ടായിരിക്കും. അങ്ങനെ ആവാൻ കഴിയുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും അമൂല്യമായ ഒരു രൂപം, പല രൂപങ്ങളിൽ ഒന്നതാണ്. റസൂലിനെ നാം ജീവിതത്തിലേക്ക് സ്വഭാവ ഗുണങ്ങളായി പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.